ഇവിടെ നമ്മുടെ അഖിൽ മാരാർക്ക് ഇതൊരു എന്താ പറയാ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വീണിട്ടിരിക്കുകയാണ്. കുറെ നാളുകളായിട്ട് എയറിലാണ്, രാഷ്ട്രീയത്തിൽ വന്നു, പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു, പിന്നെ മറ്റു പല പ്രശ്നങ്ങളുമായിട്ട് കുറച്ച് നാളുകളായിട്ട് എയറിലുള്ള അഖില് മത്സരിച്ച ബിഗ് ബോസ് സീസണിന് ശേഷം മറ്റ് ഒരു ബിഗ് ബോസിലൂടെ മത്സരാർത്ഥി അല്ലെങ്കിലും തിരിച്ചു വരവിനായിട്ടൊരു സാധ്യതയാണ് ഞാനത് കാണുന്നത്. മറ്റൊന്നുമല്ല, ആദ്യം ഈ ജഡ്ജസ് പാനലിൽ അഖിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്. റിയാസിനും രഞ്ജിനിക്കും ഒപ്പം മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തോ സിനിമ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡേറ്റ് പ്രശ്നങ്ങളോ ആയതുകൊണ്ടാണ് ലാസ്റ്റ് മൊമെന്റിലാണ് അഖിൽ വന്നതെന്നാണ് ഞാൻ കേട്ടത്. ചിലപ്പോൾ സത്യമാവണമെന്നില്ല. അപ്പൊ അത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം ഇപ്പോ അഖിൽ മാരാറ് ഇതിൽ ജഡ്ജസ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ള രഞ്ജിനിയും റിയാസും എല്ലാം മത്സരാർത്ഥികളുടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില കാര്യങ്ങളിൽ രഞ്ജിനി ചിലപ്പോൾ കുറച്ച് ഓവറായിട്ട് പറയുന്നുവെന്ന് പല ആളുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് നമ്മൾ കാണുമ്പോഴും അറിയാൻ പറ്റുന്നുണ്ട് കുറച്ച് ഓവറാണോ എന്നൊരു സംശയം. പക്ഷെ അഖിലിന്റെ ചില പോയിന്റ്സ്, ചില മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങള്, കുറച്ച് മോട്ടിവേഷൻസ്, അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻസ് ആണ്. അഖില് മത്സരിച്ചിരുന്ന സമയത്ത് അഖില് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ ചോദിക്കുമ്പോൾ അഖില് കറക്റ്റ് ആയിട്ടുള്ള അഖിലിന്റെ ഗെയിം പ്ലാൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ചെയ്തത്, ഇതെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും അഖിലിനോട് ഒരു ഇഷ്ടവും ബഹുമാനം ആ സമയത്ത് തോന്നിയിരുന്നു. പുറത്തുള്ള പൊളിറ്റിക്സ് വ്യത്യസ്തം. പക്ഷെ ബിഗ് ബോസിനകത്ത് അഖില് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും വളരെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് അന്ന് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഖില് ആ സീസണിൽ ഭയങ്കര വലിയ വോട്ട് വ്യത്യാസത്തിൽ തന്നെയാണ് അഖില് ഒന്നാം സ്ഥാനത്ത് എത്തിയത്. ഇപ്രാവശ്യവും ഈ ജഡ്ജിന്റെ ചിലപ്പോൾ ജേണി വളരെ കുറച്ചാണെങ്കിലും ഈ ഒരു സമയത്ത് ആ ഒരു ഇമേജിലേക്ക് അഖിൽ എന്തായാലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. കാരണം ബിഗ് ബോസ് മലയാളം സീസണിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതില് ഒന്നാം സ്ഥാനം തന്നെ നേടണമെന്നില്ല, പല തലങ്ങളിൽ പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ ട്രോഫി കിട്ടാതെ പോയിട്ടുള്ള പല ആൾക്കാർക്കും ബിഗ് ബോസ് പിന്നെയും പിന്നെയും ബിഗ് ബോസിലേക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അഖിലിന്റെ കാര്യത്തില് അഖില് വല്ലാതെ ഒരു ഡൗൺ ഫോൾ എന്ന് പറയുന്ന രീതിയിലേക്ക് നിൽക്കുന്ന സമയത്താണ് അഖില് തന്നെ പറയുന്നുണ്ട്, ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്ന് പറയുന്നില്ല, എനിക്ക് മറ്റേ കാറ് വിറ്റതിനെ പറ്റിയിട്ടും കുറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഏഷ്യാനെറ്റ് ഒരു ഷോ ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഖിലിന് തന്നെ അറിയാം ഇത് ബിഗ് ബോസ് ആണ്. ഒരു പ്രാവശ്യം ബിഗ് ബോസിനുള്ളിൽ കളിച്ച് ആ നേടിയ എല്ലാ ഫെയിമും ആളുകളുടെ പിന്തുണയും അത്രയ്ക്കില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ഷോയിലൂടെ അഖിലിന്റെ ഓരോ ഡയലോഗുകൾ, അഖിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആലോചിച്ച് വ്യക്തമാക്കി തനിക്ക് ഗുണകരമാവും എന്നുള്ള രീതിയും കൂടി നോക്കിയിട്ടാണെന്ന് തോന്നുന്നു അഖിൽ അവിടെ ഓരോ ഡയലോഗും പറയുന്നത്. അത് മത്സരാർത്ഥികൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ റെസ്പോൺസ് കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലും ചിലപ്പോൾ അഖിലിന്റെ ഒരു ഇമേജ് വീണ്ടെടുക്കാൻ, കുറച്ച് ആളുകളുടെ ഇടയിലെങ്കിലും ഒരു ഇമേജ് വീണ്ടെടുക്കാൻ ഈ ഷോ കാരണമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഇതിലുള്ള അഭിപ്രായങ്ങൾ പറയുക. അടുത്ത ഒരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. താങ്ക് യു.